ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും, നമ്മളുടെ എല്ലാ നടപ്പിലും, നമ്മുടെ വാക്കിലും, നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലും നാം ശുദ്ധിയുള്ളവരാണോ എന്നത്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു പകൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുകയാണ്. അതോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. തെസ്സലോനിക്കരുടെ 1-ാമത്തെ പുസ്തകമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 4-ാമത്തെ അധ്യായം ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കെടുക്കാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾക്ക് എഴുതുന്ന കുറച്ച് ഉപദേശങ്ങളാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ അധ്യായത്തിലെ വാക്യങ്ങളെ, അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് രണ്ടായി ഒന്ന് തരംതിരിക്കാം. എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത് എന്നുള്ളതാണ് തുടക്കത്തിലെ ചില വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്. ഹൗ ടു പ്ലീസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിലെ എന്തൊക്കെ പ്രവൃത്തികൾ കൊണ്ട്, അല്ലെങ്കിൽ നാം എങ്ങനെയായിരിക്കണം എന്നുള്ള ബുദ്ധിയുപദേശമാണ് അതിലെ തുടക്കത്തിലെ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കേറെ പ്രത്യാശ നൽകുന്ന വാക്കുകളാണ് പൗലോസ് അവിടെ പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. തുടക്കത്തിൽ പറയുന്നത്, 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ. അവിടെ എടുത്തു പറയുന്നുണ്ട്. പൗലോസിനറിയാം അവർ അങ്ങനെ തന്നെ നടക്കുന്നവരാണ്, തെറ്റിപ്പോയിട്ടില്ല എന്നുള്ളത് പൗലോസ് അവിടെ എടുത്തു പറയുന്നു. എങ്കിലും ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. അവർ ഒരിക്കലും തെറ്റിപ്പോകാതിരിക്കുവാൻ, ശത്രുവായവൻ തെറ്റിച്ച് കളയാതിരിക്കുവാനായി ബുദ്ധിയുപദേശത്തെ പൗലോസ് അവിടെ ആ സഭയ്ക്ക്, അവിടെയുള്ള ദൈവമക്കൾക്ക് കൊടുക്കുകയാണ്. ഇവിടെ പൗലോസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ തുടക്കത്തിൽ പറയുന്ന കാര്യം ഇതാണ്: ഇതൊന്നും തന്നെത്താൻ എഴുതുന്നതല്ല, അല്ലെങ്കിൽ തൻ്റെ ബുദ്ധി കൊണ്ട് അവിടെയുള്ള ദൈവമക്കളോട് പറയുന്ന കാര്യങ്ങളല്ല. എന്നാൽ എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് കർത്താവ് പൗലോസിലൂടെ ആ സഭയ്ക്ക് നമുക്കെല്ലാവർക്കും നൽകുന്ന ദൂതാണ്, വചനമാണ്. അത് പൗലോസിൻ്റെ ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല, കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്ന് പൗലോസ് അവിടെ എടുത്തു പറയുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളതാണ് തുടക്കത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എങ്ങനെ നാം ജീവിച്ചാലാണ് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത്, ദൈവത്തിന് പ്രസാദകരമാകുന്നത് എന്നുള്ളത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ നമുക്ക് കാണുന്നു 3-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അവിടെ എടുത്തു പറയുന്നു, മറ്റൊന്നുമല്ല. നാം ജീവിതത്തിൽ നേടുന്നതോ, നമ്മുടെ വിദ്യാഭ്യാസമോ, നമ്മുടെ പണമോ, മറ്റ് ജീവിതത്തിൽ നാം നേടിയെടുക്കുന്ന മറ്റൊന്നുമല്ല. അതിനേക്കാളൊക്കെ ഉപരി ദൈവത്തിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും, നമ്മളുടെ എല്ലാ നടപ്പിലും, നമ്മുടെ വാക്കിലും, നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലും നാം ശുദ്ധിയുള്ളവരാണോ എന്നുള്ളതാണ് കർത്താവിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും നമ്മുടെ ദൈവത്തിന്, ആ പരിശുദ്ധാത്മാവിന് നമ്മോട് എന്താണ് പറയാനുള്ളത് എന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമുക്കത് കഴിയാറില്ല. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, നമ്മുടെ ബുദ്ധിയിൽ എന്താണോ തോന്നുന്നത്, അതെന്താണോ നമ്മളോട് പറയുന്നത്, അതാണ് നാം പലപ്പോഴും ചെയ്യാറുള്ളത്. എന്നാൽ പരിശുദ്ധാത്മാവിന് നമ്മോട് എന്താണ് സംസാരിക്കാനുള്ളത്, ഓരോ സാഹചര്യത്തിലും എന്താണ് നാം ചെയ്യേണ്ടത് എന്ന് വഴി പറഞ്ഞു തരുവാനുള്ള ഒരു അവസരം നാം പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില ബുദ്ധിയുപദേശങ്ങളും പൗലോസ് അവിടെ ദൈവമക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ 2-ാം ഭാഗം എന്നോണം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ചില പ്രത്യാശയുടെ വാക്കുകളാണ്. നമുക്കേറെ സുപരിചിതമായ വാക്യങ്ങളാണ് അതിന് ശേഷമുള്ളത്. അതിലേറെ പരിചയമുള്ള 16-ാം വാക്യമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എന്ന് തുടങ്ങുന്ന വാക്യമാണ്. അതിനു മുൻപായി നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് ആ സഭയിലുള്ളവർക്ക്, ആ ദൈവമക്കൾക്ക് ചില ദുഃഖമോ പ്രത്യാശയില്ലാത്ത സാഹചര്യമോ ഉള്ളത് കൊണ്ടായിരിക്കാം പൗലോസ് അവിടെ പറയുന്നുണ്ട്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ എന്ന്. അവിടെ അതിനുശേഷം നമ്മുടെ യേശുവിനെ കുറിച്ച് പറയുകയാണ്. കാൽവറിയിൽ യാഗമായ ആ യേശു, കല്ലറയിൽ അടക്കപ്പെട്ട ആ യേശുവിനെ കുറിച്ച്. എങ്കിലും കല്ലറയിൽ ഒതുങ്ങാത്ത, മരണത്തിന് തോൽപ്പിക്കുവാൻ കഴിയാത്ത ആ യേശുവിനെ ഉയർപ്പിച്ചതുപോലെ അതേ ആത്മാവിനാൽ
നാമും ഉയർക്കേണ്ടതാകുന്നു എന്ന് അവിടെ പറഞ്ഞ് അവരെ ബലപ്പെടുത്തുകയാണ് പൗലോസ് അവിടെ ചെയ്യുന്നത്. യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്ക് ഏറെ സന്തോഷം നൽകുന്ന വാക്യങ്ങളാണ് അതിനുശേഷമുള്ളത്. നമ്മുടെ കർത്താവിനെ കാണുവാൻ ആ സുദിനത്തിനായി കാത്തിരിക്കുന്നവരാണ് ഓരോ ക്രിസ്ത്യാനിയും. അവർക്കെല്ലാവർക്കും ഏറ്റവും സന്തോഷം നൽകുന്ന വാക്യങ്ങളാണത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതാണ് പൗലോസോട് പറയുന്നത്. ക്രിസ്തുവിൽ മരിച്ച നിദ്ര കൊള്ളുന്ന ആരെയും കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട, അവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്നവരെക്കാൾ മുൻപ് അവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കറിയാം, കർത്താവ് വന്നിട്ടില്ല. ആ വരവിനായി, ആ നാളിനായി നാം ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. എങ്കിലും പൗലോസ് ഇവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു. അതിനുശേഷം 17-ൽ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ, അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ 2 വാക്യങ്ങളിലും ആ നാം എന്ന പ്രയോഗം കൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. പൗലോസിന്റെ ആ കാലയളവിൽ തന്നെ താൻ നിദ്ര കൊള്ളുന്നതിന് മുൻപേ, തൻ്റെ മരണത്തിന് മുൻപേ ആ കർത്താവ് വരുമെന്നും തന്നെ എടുത്തുകൊള്ളുമെന്ന്, തന്നെ ആ കർത്താവിനെ കാണാം എന്നുള്ള പ്രത്യാശ ആ പൗലോസിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അവിടെ എടുത്തു പറയുന്നത്. ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് പറയുന്നത്. ആ പ്രത്യാശയോടുകൂടെ ജീവിപ്പാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസവും ആ പ്രത്യാശ നാം കാണും. നമ്മുടെ സ്വന്തം കണ്ണാൽ ആ കർത്താവിനെ കാണുവാനായിട്ട് കഴിയും എന്നുള്ള ഏറെ പ്രത്യാശയോടുകൂടിയാണ് നാം ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. ആകയാൽ കർത്താവിന് പ്രസാദമാകും വണ്ണം ശുദ്ധീകരണം പ്രാപിക്കുന്നവരായും കർത്താവിനെ കാത്തിരിക്കുന്ന പ്രത്യാശയുള്ളവരായും, അപ്പോൾ തന്നെ അതിനൊടുവിലത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളും. ഈ സന്തോഷം നൽകുന്ന പ്രത്യാശ നമ്മുടെ ഉള്ളിൽ തരുന്ന വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചും സ്വയമായി ആശ്വസിച്ചും സന്തോഷിച്ചും കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും വലിയവനായ ദൈവം സഹായിക്കുമാറാകട്ടെ.